ഹലോ ഓൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് ഓണത്തിൻ്റെ ദിവസമാണ്, തിരുവോണത്തിൻ്റെ അന്നാണ്. ഇപ്പോൾ സമയം 6:30 മണിയായിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു 7 മണിക്കൊക്കെ എഴുന്നേക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. ബട്ട് അങ്ങനെ 6:30 മണിക്ക് ഓൾറെഡി ഫസ്റ്റ് അലാം വെച്ചു. അപ്പോൾ പിന്നെ ഞാനങ്ങനെ എഴുന്നേറ്റ് എൻ്റെ കൂടെ ലില്ലിക്കുട്ടി അങ്ങ് എഴുന്നേറ്റ് ഞാൻ പുറത്തു നിന്ന് കഴിഞ്ഞാൽ അവർ ഒപ്പം പുറത്തോട്ട് ഇറങ്ങും. പിന്നെ ഹണി ഓൾറെഡി ഇവിടെ കയറി ഇരിപ്പുണ്ടായിരുന്നു. അവൻ എന്നെ കണ്ട ഉടനെ ചാടിക്കയറി ടേബിളിൻ്റെ മുകളിൽ കയറി കൊഞ്ചിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനൊന്ന് ഇത്തിരി പറ്റിയതിന് ശേഷം ഞാൻ നേരെ ബാൽക്കണിയിലോട്ട് പോയി. കാരണം രാവിലെ അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പം ചെടികളുടെ അവസ്ഥ എന്താണെന്ന് നോക്കാൻ വേണ്ടി പോയപ്പോൾ ഭയങ്കര വാടി നിൽക്കുമായിരുന്നു ഓരോന്ന്. ഇന്നലെ രാത്രി വെള്ളം ഒഴിച്ചാണ്, ബട്ട് സ്റ്റിൽ അത്രയും വെയിലാണ് രാവിലെ ഇങ്ങോട്ട് അടിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ നമ്മൾ ഓൾറെഡി കുറച്ച് പരിപാടികളൊക്കെ ചെയ്തു വെച്ചു. ലൈക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബേസിക് ആയിട്ടുള്ള ക്ലീനിങ് ചെയ്തു. കാത്തി വാക്യൂം ഒക്കെ നന്നായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം പൂച്ചക്കുട്ടികളുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഫെറൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്തു. ഇന്നലെ ഒരു ബേസിക് ക്ലീനിങ് ആയിരുന്നു. ഇന്ന് നമ്മൾ തിരിച്ച് ഇവരെ റൂം ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി ക്ലീൻ ചെയ്ത് മോപ്പ് ചെയ്യണം, അവർ വരുന്നതിന് ഫ്രണ്ട്സൊക്കെ വരുന്നതിന് മുന്നാലെ. അപ്പോൾ ആ പരിപാടിയിലോട്ട് പോകുന്നതിന് മുന്നാലെ ഞാൻ ബേസിക്കായി കുക്കിംഗ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ആൻഡ് കൂടുതൽ ക്ലീനിങ് ഒക്കെ കാർത്തിയാണ് ചെയ്യാറ്. ഞാൻ കുക്കിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. അപ്പോൾ ഇന്നലെ കട്ട് ചെയ്ത വെജിറ്റബിൾസ് ആണ് ഇതൊക്കെ. ഞാൻ സൈഡിൽ ഓൾറെഡി പരിപ്പ് വെച്ചു, സാമ്പാറിനും പിന്നെ പരിപ്പും നെയ്യിനും വേണ്ടിയിട്ട്. പൂക്കളൊക്കെ ഫ്രിഡ്ജിലാണുള്ളത്. ഞാൻ പൂക്കളെല്ലാം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തോട്ട് ഇറക്കി. ആൻഡ് വെജിറ്റബിൾസ് എല്ലാം ഞാൻ അടുക്കളയിൽ കൊണ്ടുപോയി വെച്ചു. അപ്പോൾ ഞാൻ ചോപ്പർ വാങ്ങിച്ചു. ആക്ച്വലി ക്യാബേജ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോപ്പർ വാങ്ങിച്ചത്. പക്ഷേ വന്നപ്പോഴാണ് അതിൻ്റെ സൈസ് വളരെ കുഞ്ഞതാണ്. നമുക്ക് കുഞ്ഞ് ഓണിയൻസ് ഒക്കെ കട്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ. എനിക്ക് ഞാൻ റിട്ടേൺ അടിച്ചില്ല, നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ വിചാരിച്ചു. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ഞാൻ കൊണ്ട് വെച്ചിട്ട് ഞാൻ ഒന്നൊന്നായിട്ട് കട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ ആദ്യം കൂട്ടുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം കൂട്ടുകറി ഞാൻ അധികം പ്രാവശ്യം ഉണ്ടാക്കിയിട്ടില്ല. അപ്പം അത് നമുക്ക് ആദ്യം ഒന്ന് സമാധാനത്തോടെ അവസാനത്തെ ഒരു ധൃതിയിൽ ഉണ്ടാക്കേണ്ട വിചാരിച്ചിട്ട് എനിക്ക് കുറച്ച് ടഫായി, അല്ലെങ്കിൽ ഞാൻ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ഞാൻ ആദ്യം കുറച്ച് സമാധാനത്തോടെ വെച്ചു. ആൻഡ് കൂട്ടുകറി ഈ ഒരു പ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് വന്നു. ആൻഡ് പരിപ്പ് സൈഡിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ട് ആകെ കൂടി ഒരു കുഞ്ഞു കുക്കർ മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. നമുക്ക് ഞാൻ ഇവിടെ കൂടുതൽ യൂട്ടൻസിൽസ് ഒന്നും സ്റ്റോക്ക് ചെയ്യാറില്ല. എനിക്ക് അങ്ങനെ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ആവശ്യത്തിന് മാത്രമുള്ള യൂട്ടൻസിൽസ് മാത്രമേ എനിക്ക് വീട്ടിൽ വയ്ക്കാൻ താല്പര്യമുള്ളൂ. അല്ലാതെ വെറുതെ കാണുന്നൊന്നും ഞാൻ വീട്ടിൽ വാങ്ങിച്ച് വെക്കാറില്ല. അപ്പം ഒരു കുക്കർ വെച്ചിട്ടാണ് നമ്മൾ പരിപ്പ് ആണെങ്കിലും പിന്നെ പയറാണെങ്കിലും പംകിൻ ആണെങ്കിലും എല്ലാം നമ്മൾ വേവിച്ചെടുത്തത്. എന്നിട്ട് ഓരോന്നിലോട്ട് ഞാൻ മാറ്റി വെച്ചു. ഞാൻ സൈഡിൽ എരിശ്ശേരിക്കും കൂട്ടുകറിക്കുള്ള വറവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ലില്ലിക്കുഞ്ഞ് ആ പൂക്കളുടെ ഇടയിൽ വന്ന് കിടക്കുവാണ്. അപ്പോൾ സാമ്പാറും കൂട്ടുകറി ഞാൻ ആദ്യം തന്നെ റെഡിയാക്കിയിട്ടു. അപ്പോൾ സൈഡിൽ കാർത്തി ഡീപ്പ് ക്ലീനൊക്കെ ചെയ്തു, അവരെ റൂമിലോട്ട് കൊണ്ടുപോയി. പിന്നെ പൂക്കളം കൂടി കാർത്തി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ റൂമത്തെ പരിപാടികളൊക്കെ തീർന്നു. ഇനി കിച്ചണിലുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് പണിയായിട്ടുള്ളത്. ആൻഡ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു 8-10 പേർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. ബിക്കോസ് മിക്ക ഫെസ്റ്റിവൽസിന് ഞങ്ങൾ നാട്ടിലായിരിക്കും. അപ്പോൾ സദ്യയൊക്കെ മിക്കവാറും മമ്മി തന്നെ ഉണ്ടാക്കാറ്. ഞാൻ എന്തെങ്കിലും കട്ടിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നേ ഉള്ളൂ. ബട്ട് എനിവേസ് ഓണസദ്യയൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റി. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയത്. വറുത്തരച്ച സാമ്പാർ, എരിശ്ശേരി, കൂട്ടുകറി, പിന്നെ മാങ്ങ അച്ചാർ, ഇഞ്ചിപ്പുളി, ഓലൻ, ബീട്രൂട്ട് പച്ചടി, അവിയൽ, പിന്നെ പരിപ്പും നെയ്യും, പിന്നെ പൈനാപ്പിൾ പച്ചടി, പിന്നെ നമ്മുടെ ക്യാബേജ് ഉപ്പേരി. ആൻഡ് ഫൈനലി പായസം, നമ്മൾ സേമിയ പായസം ഉണ്ടാക്കിയത്. എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയുള്ള ഒരു പായസമാണ്. സോ മൊത്തമായിട്ട് നമ്മളൊരു 4.5 hours എടുത്തു ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് എൻ്റെ അടുക്കളയത്തെ പണി കഴിയലും ഉടനെ ബെല്ലടി കേൾക്കുന്നു. അപ്പോൾ ഞാൻ നേരെ ഓടിപ്പോയിട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നു ഇവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. എനിവേസ് എനിക്കും സദ്യയൊക്കെ ഇഷ്ടപ്പെട്ടു. ഞാൻ നന്നായിട്ട് കഴിച്ചു. ഒരുപാട് എക്സസ് വരുമെന്ന് വിചാരിച്ചാണ്, ബട്ട് കുഴപ്പമില്ല. ഞാൻ എല്ലാവർക്കും കുറച്ച് പൊതിഞ്ഞൊക്കെ കൊടുത്തയച്ചു. അപ്പോൾ ഓൾമോസ്റ്റ് ഗാലിയായി. ആൻഡ് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഊണോ കളിച്ചിരുന്നു. ഒരു 2-3 hours അങ്ങനെ പോയി. എന്നിട്ട് ഈവനിങ് ആയപ്പോൾ എല്ലാവരും ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോയി. എനിവേസ് ഇപ്രാവശ്യത്തെ തിരുവോണം നല്ല അടിപൊളിയായിട്ടുള്ളൊരു ദിവസം തന്നെയായിരുന്നു. നിങ്ങൾക്ക് നല്ലൊരു ദിവസമായിരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത് തന്നെയുള്ളൂ. ഐ വിൽ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.